സ്നേഹമേ നിത്യജീവന്റെ സ്നേഹമേ ഒരിക്കലും കുറയാത്ത സ്നേഹമേ ഒരിക്കലും തീരാത്ത സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ നിത്യജീവന്റെ സ്നേഹമേ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന 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 ദൈവസ്നേഹമേ ആരാധന 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 ദിവ്യകാരുണ്യമേ ആരാധന 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 ദൈവസ്നേഹമേ ആരാധന. കവിയുന്ന സ്നേഹമേ പകർന്നു നൽകുന്ന സ്നേഹമേ നിറഞ്ഞു കവിയുന്ന സ്നേഹമേ പകർന്നു നൽകുന്ന സ്നേഹമേ ആത്മദാഹം തീർത്തിടുന്ന ജീവജലത്തിനുറവിടമേ ആത്മദാഹം തീർത്തിടുന്ന ജീവജലത്തിനുറവിടമേ ഒരിക്കലും കുറയാത്ത സ്നേഹമേ ഒരിക്കലും തീരാത്ത സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ നിത്യജീവന്റെ സ്നേഹമേ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന 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 ദൈവസ്നേഹമേ ആരാധന 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 ദിവ്യകാരുണ്യമേ ആരാധന 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 ദൈവസ്നേഹമേ ആരാധന. ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നമുക്ക് നന്ദി പറയാം. അനുദിനം ചൊരിയുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ബ്രദർ പറഞ്ഞു, ആരാധനയ്ക്ക് പൂക്കൾ വെച്ച് ബലിപീഠം അലങ്കരിക്കുന്നവരുടെ ഭവനങ്ങളെ ദൈവം പ്രകാശിപ്പിക്കുന്നു. അതിൽ വിശ്വസിച്ച് പൂക്കൾ വെച്ച് അലങ്കരിക്കുവാൻ തീരുമാനമെടുത്തൊരു സഹോദരിയുടെ സാക്ഷിയാണ്. ഞങ്ങൾ 1.5 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ജപ്തിയാകുമായിരുന്നു. ആ സമയത്ത് പൂക്കൾ വെച്ച് ആരാധന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മറ്റൊരാളെ സഹായിച്ച് അങ്ങനെ ആ ജപ്തിയുടെ അവസ്ഥ മാറിക്കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ദൈവസന്നിധിയിൽ പൂക്കൾ വെച്ച് മനോഹരമാക്കിയേക്കാന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ വരാനിരുന്ന അനർത്ഥത്തെ ദൈവം പിൻവലിച്ചു. കരങ്ങളുയർത്തി സ്വരമുയർത്തി ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഞാൻ എൻ്റെ മോൾ നീതുവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവിടെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ പനി വന്നു. എല്ലാ പരിശോധന കഴിഞ്ഞിട്ടും രോഗം എന്താണെന്ന് അറിഞ്ഞില്ല. പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പിത്താശയത്തിൽ കല്ലാണെന്ന് മനസ്സിലായി. അത് ഇൻഫെക്ഷൻ ആയതാണെന്ന്, പനിക്ക് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഉടൻ ഓപ്പറേഷൻ വേണമെന്നും അല്ലെങ്കിൽ അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും കൂടി കുടമാടൂർ പള്ളിയിൽ വന്ന് ആരാധനയും കുർബാനയും കൂടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കല്ലുമാറി ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിത്താശയത്തിലെ കല്ല് അപ്രത്യക്ഷം, നിസ്സാരമായ ഒരു കാര്യമല്ല. കർത്താവിന്റെ മഹത്വമാണ് അവിടെ വെളിപ്പെടുന്ന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന്റെ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തിയൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒരു സഹോദരി വീണ്ടും, ഞാൻ ആർപ്പക്കര ചെറുഷ്മ ഇടവാങ്ങുവാണ്. എന്റെ മകൾ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം വിദേശത്ത് ജോലിക്ക് പരിശ്രമിക്കുകയായിരുന്നു. മാർച്ച് 3 MOH പരീക്ഷയിൽ പാസ്സായി. എന്നാൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രശ്നം മൂലം യാത്ര നീണ്ടുപോയിരുന്നു. എന്നാൽ 13 വെള്ളിയാഴ്ച ആരാധനയിൽ പങ്കെടുക്കുകയും സാക്ഷ്യപ്പെടുത്തുക നേരുകയും ചെയ്തതിന്റെ ഫലമായി കഴിഞ്ഞ ആഴ്ച സൗദിയിൽ പോവുകയും മിനിസ്ട്രിയുടെ നല്ലൊരു ആശുപത്രിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. തമ്പുരാൻ കാണിച്ച കാരുണ്യത്തിന് ആ കുടുംബം നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കാരണം ഉയർത്തിയടിച്ച് പാടാം. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. 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 ഷൈനി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും, ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. എന്റെ വയറിനുള്ളില് മെയിൽ സ്കാൻ ചെയ്തപ്പോൾ അറിയുന്നത് 7.5 സെന്റിമീറ്റർ വലിപ്പമുള്ള മുഴയുണ്ട്. 2 മാസം മെയും ജൂണും ഇഞ്ചക്ഷൻ എടുത്തിട്ടും കുറവില്ല. എങ്കിലും ജൂലൈ മാസം ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ വെള്ളിയാഴ്ച ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് ഈശോയുടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ അപ്രത്യക്ഷമായി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരങ്ങൾ അടിച്ചൊന്ന് മഹത്വപ്പെടുത്താമോ? ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ച് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. കൃപ ചൊരിയുന്ന മണിക്കൂറുകൾ നന്ദി പറയാം.
ഫിലോമിന എന്ന സഹോദരി, നട്ടെല്ലിന് വേദനയുണ്ടായിരുന്ന സഹോദരി, കഴിഞ്ഞ ദിവസം നട്ടെല്ല് വേദന ഓർത്ത് കണ്ണുനീരോടെ ഈശോയുടെ സന്നിധി പ്രാർത്ഥിച്ച സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു നട്ടെല്ലിന് വേദനയുള്ള ഒരാളെ ഈശോ സുഖപ്പെടുന്നു. ആ സമയത്ത് ആ സഹോദരിയുടെ നട്ടെല്ല് വേദന സുഖപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുന്ന കാര്യങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ചേർന്ന് പാടാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. കരം ഉയർത്തിയടിച്ച് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. 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 എന്ന സഹോദരി MBA കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന മകന് ജോലി കിട്ടാതെയായി. പല ഇന്റർവ്യൂകളിലും പങ്കെടുത്തെങ്കിലും ശരിയായില്ല. അവസാനത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു ഭയങ്കര പാടായിരുന്നു ഇന്റർവ്യൂ, എന്നാൽ അമ്മ 9 വെള്ളിയാഴ്ച ആരാധന നടത്തി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥനയുടെ ഫലമായി 3 വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ചു. ജൂലൈ 27-ാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയാണെന്ന് പറയുക. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യങ്ങൾ ഉയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? കൃപ നിറഞ്ഞു വിളിക്കാമോ? അടിച്ചു പാടാം. യേശുനാമം എന്റെ ആശ്രയം, ആശയറ്റ നേരം എന്റെ ആശ്വാസം. നിൻവചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ചേർന്ന് പാടാം. യേശുനാമം എന്റെ ആശ്രയം, ആശയറ്റ നേരം എന്റെ ആശ്വാസം. നിൻവചനമാരി തൂകി നീ എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. കരങ്ങൾ ഉയർത്തിയടിച്ചു പാടാം. ഉളക്കരയിലെ രോഗിവോ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ മോചക, ഉളക്കരയിലെ രോഗിവോ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ, ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ. വീണ്ടും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഞാൻ വെച്ചൂർ പള്ളി ഇടവകാംഗമാണ്. 1 വർഷമായി ആലയത്തിൽ നടക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. എന്റെ കഴുത്തുവേദനയും വായിലുണ്ടായിരുന്ന രോഗവും, വായിലെ അൾസർ പോലെ പൊട്ടുന്നുണ്ടായ രോഗവും പരിപൂർണമായി സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ആ സഹോദരൻ പറയും. എന്റെ പേര് ജോബിൻ. ഞാൻ +2 പരീക്ഷയിലെ ചില വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു. ഇവിടെ വന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ദിവ്യകാരുണ്യ ആരാധനയിലും വിശുദ്ധ കുർബാനയും പങ്കെടുത്തു. പരീക്ഷയിൽ ജയിച്ചാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച്
പ്രാർത്ഥന ഫലമായി നല്ല മാർക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? 5 വർഷമായിട്ട് എൻ്റെ പപ്പയും അമ്മയും ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത സാക്ഷിയാണ്. ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുന്നത്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവസാന മാസത്തിലെ ഒരു ബാക്ടീരിയ ടെസ്റ്റ് പോസിറ്റീവായി വരികയും അതിനാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടനെ ഞങ്ങൾ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. പൂക്കൾ വെച്ച് ആരാധന കഴിപ്പിക്കാനും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവകൃപയാൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ ഡേറ്റ് ആയിട്ടും പ്രസവ വേദന ഒന്നും ഉണ്ടായില്ല. വെള്ളിയാഴ്ചത്തെ ആരാധന ഇന്റർനെറ്റിലൂടെ കണ്ട് പ്രാർത്ഥനയുടെ ഫലമായി ശനിയാഴ്ച വേദന തുടങ്ങി സുഖപ്രസവം ലഭിക്കുകയും ചെയ്തു. ഉണ്ടായി 2 മാസം കുഞ്ഞുണ്ടായി, മോളുണ്ടായി. 2 മാസത്തിലെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഇടതുകാലിലെ ജോയിന്റിന് കുഴപ്പമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങൾ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ഇന്റർനെറ്റിലൂടെ ആരാധന കൂടിക്കൊണ്ടിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, 1 മാസം കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്തപ്പോൾ ജോയിൻസിനുണ്ടായിരുന്ന കുഴപ്പം ഈശോ സുഖപ്പെടുത്തി. കർത്താവിന്റെ ആ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? കൃപ നിറഞ്ഞു വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ചെയ്ത ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുമോ വൈകല്ലേ? ഓ എന്റെ മോചക. ചേർന്ന് പാടാം. ചെയ്ത ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുമോ വൈകല്ലേ? ഓ എന്റെ യേശുവേ വൈകല്ലേ? ഓ എന്റെ യേശുവേ വൈകല്ലേ? ഓ എന്റെ യേശുവേ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജി എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഫെബ്രുവരി 2015 മുതൽ മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കുന്ന ആളാണ്. എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ എന്റെ കർത്താവ് നൽകി. എന്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് എനിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം. അങ്ങനെ ജോലി ലഭിക്കുകയും വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ജോലി തിരികെ ലഭിച്ചു, വിസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് സാക്ഷ്യപ്പെടുകയും എന്റെ മകന്റെ അലർജി, തുമ്മല് ഇവിടെ ആരാധനയിൽ പങ്കെടുത്തതിന്റെ ഫലമായിട്ട് മാറിക്കിട്ടി. എന്റെ വീട്ടിലെ 2 വർഷമായി കായ്ച്ചിരുന്ന തേങ്ങ മുഴുവൻ പേടായിരുന്നു. ഒരു തെങ്ങിലെ തേങ്ങ മുഴുവനും പേടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം തേങ്ങ ഇട്ടപ്പോൾ ഇരട്ടി വലിപ്പമുള്ള, ഉള്ളിൽ കാമ്പുള്ള, ഫലമുള്ള തേങ്ങ ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവ് കൈഫലത്തിന്റെ മേലും അവിടുത്തെ കൃപ വർഷിക്കപ്പെടുക. അതിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ജൂൺ മാസത്തിലെ കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ഈ ടീമിന്റെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് കാലില് അസഹനീയമായ വേദന ഉണ്ടായിരുന്നു. ബ്ലഡിലെ യൂറിക് ആസിഡ് കൂടുതലായിരുന്നു. എന്നാലും ബുധനാഴ്ച ആരാധനയ്ക്ക് ശേഷം, ബുധനാഴ്ച നടക്കുന്ന ആരാധന കുംഭസാരത്തിന് ശേഷമുള്ള ആരാധനയാണ്. ആരാധനയുടെ സമയത്ത് കാലിന്റെ വേദന പരിപൂർണമായിട്ടും ഈശോ സുഖപ്പെടുത്തി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ
സ്തുതിച്ച് എല്ലാ മക്കളും ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് പാടി ആരാധിക്കുകയാണ്. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കാരണം ഉയർത്തിയെടുത്ത് പാടാം. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. അഭിഷേകത്തോടെ ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. എല്ലാവരും ചേർത്ത് നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. അഭിഷേകത്തോടെ നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. എല്ലാവരും നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. അഭിഷേകത്തോടെ എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മഹത്വപൂർണനായ ദൈവം തന്റെ കാരുണ്യത്താലും നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുകയാണ്. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും കുടുംബാംഗങ്ങളുടെ മേലും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ.
സ്വരമുയർത്തി ശ്രദ്ധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ 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 പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ വ്യാപരിക്കണമേ. സമൂഹത്തിന്റെ മേൽ വ്യാപരിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന ഓരോ ശുശ്രൂഷകളുടെ മേലും വ്യാപരിക്കണമേ 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 വ്യാപരിക്കണമേ. സ്വരമുയർത്തി ശ്രദ്ധിക്കുക. അഭിഷേകം നിറയട്ടെ. അന്ധകാര ശക്തികള്, അശുദ്ധാത്മാക്കള്, പൈശാചിക സേനകള് എല്ലാം വിട്ടുവന്ന് ഭഗവാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും ഈശോയെ സാധ്യമായ രീതിയിൽ കൈവരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നോ മൊഴിഞ്ഞു. എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നോ മൊഴിഞ്ഞു. കുരിശുരൂപത്തിലേക്ക് നമുക്ക് നോക്കാം. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനെ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. നെഞ്ചിൽ നേരിപ്പോടു കത്തുന്ന നേരം നെഞ്ചോടണച്ചവനെ വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നോ മൊഴിഞ്ഞു. എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നോ മൊഴിഞ്ഞു. കൂടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടുമൊന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. കൂടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ
നെഞ്ചിൽ നേരിപ്പോട് കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ, വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. എത്തുന്നു ആശയോടെ ഞാൻ. കരഹൃദയത്തോട് ചേർത്ത് കണ്ണൊരു നിമിഷം നടച്ച് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ആണിയല്ല, ആ കുരിശിനോട് ചേർത്തത് ഞങ്ങളോടുള്ള സ്നേഹമാണ്. കുരിശിനോട് ചേർക്കുവാൻ ആ ശരീരത്തെ വിട്ടുകൊടുത്തത് പിതാവായ ദൈവത്തിന് ഞങ്ങളോടുള്ള അനന്തമായ കാരുണ്യം. ആ വലിയ കാരുണ്യമാണ് ഇന്ന് അപ്പത്തോട് ചേർന്നിരിക്കുന്ന ഉദ്ധാനം ചെയ്ത യേശു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ ആരെങ്കിലും എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിലുണ്ടേ എന്ന് വിശ്വസിക്കുന്ന ഓരോ മകനും മകളും ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. ഈശോ പറയുകയാണ്, കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, എത്രമാത്രം എന്നെ സ്നേഹിച്ചു, എത്രമാത്രം എന്നോട് കരുണ കാണിച്ചു. വീണ്ടും വീണ്ടും പാപത്തിലേക്ക് കടന്നുപോയി. തെറ്റാണെന്ന്, ദൈവപ്രമാണത്തിന്റെ ലംഘനമാണെന്നും ദൈവത്തിലേക്ക് വളരുവാൻ പാപം തടസ്സമാണെന്നും തിരിച്ചറിഞ്ഞതിന് ശേഷവും പാപത്തോട് ചേർന്ന്, പാപ സാഹചര്യത്തോട് ചേർന്ന് നൈമിഷിക സുഖങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈശോയെ, അവിടുന്ന് എന്തുമാത്രം വേദനിച്ച്, അവിടുന്ന് എന്റെ ശരീരത്തിൽ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട്. ഈശോയെ, പാപമാർഗങ്ങളിലൂടെ എല്ലാം അവിടുത്തെ ഞങ്ങൾ കൊണ്ടുപോയി. പരീക്ഷണങ്ങളിലൊക്കെ അകപ്പെട്ടപ്പോൾ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ ശരീരത്തിനുള്ളിലിരുന്നു കൊണ്ട് അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. ഓരോ സുഖങ്ങളിലൂടെയും സുഖഭോഗങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ ഉള്ളാലെ കടന്നു വന്ന യേശുവേ, എത്രമാത്രം അവിടുന്ന് വേദനിച്ച്, എന്നിട്ടും എത്രമാത്രം ഞങ്ങളുടെ കരുണ കാണിച്ച്, പാപങ്ങൾ ഒന്നൊന്നായി ഏറ്റുപറഞ്ഞ് ഇനി പാപത്തിലേക്ക് കടന്നു പോകുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് യേശുവേ, അവിടുത്തെ സ്വീകരിക്കുവാനായിട്ട് കടന്നു വന്ന് അവിടുത്തെ സ്വന്തമാക്കിയപ്പോൾ അവിടുത്തെ സ്നേഹത്തിന്റെ പൂർണ്ണത വീണ്ടും അനുഭവിക്കുവാൻ അവിടുന്ന് അവകാശവും അവസരവും നൽകി. ആ വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയെ, എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാതെ എത്രമാത്രം അവിടുന്ന് ഉള്ളം കയ്യിൽ എന്ന പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച്. ഈശോയെ, എത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചു. ആണിയല്ല തമ്പുരാനെ, കുരിശോട് ചേർത്തത് നിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ആഴവ തോമാശ്ലീഹ തൊട്ടറിയുവാൻ ആഗ്രഹിച്ചത്. ആ സ്നേഹത്തിന്റെ അളവ തൊട്ടറിയുവാനായിട്ട് ആഗ്രഹിച്ചത്. നമുക്കും ആഗ്രഹിക്കാം. ദൈവസ്നേഹം നഷ്ടപ്പെടുത്തിയ നിമിഷം, ദൈവാനുഗ്രഹത്തിൽ നിന്ന് വ്യതിചലിച്ച നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തോട് മാപ്പ് പറയാം. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് വീണ്ടും ആ ദൈവാനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് ദേവാലയത്തില് സന്നിഹിതനാണ്. പരിശുദ്ധമായ കുദാശയില് അവിടെ നിന്നും യുഗാന്ത്യം വരെ അവിടുന്ന് വസിക്കുക, വീണ്ടും ജീവൻ നൽകുവാൻ. നഷ്ടപ്പെട്ട ചൈതന്യത്തെ തിരികെ നൽകിക്കൊണ്ട് പിതാവിന്റെ അനുഗ്രഹത്തില് പങ്കുചേർക്കുവാൻ സ്വന്തം ശരീരം വീണ്ടും നമുക്ക് നൽകപ്പെടുന്ന ആ സ്നേഹത്തിന്റെ മണിക്കൂറുകള്. ഈശോയെ, ആ സ്നേഹമാണ് അവിടുത്തെ ആ മരക്കുരിശിനോട് ചേർത്ത് വെച്ചതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാ. പിതാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ് ആ തടിക്കുരിശിനോട് ആ വിശുദ്ധമായ ശരീരത്തെ ചേർത്ത് വെച്ചുകൊണ്ട്
ഞങ്ങളുടെ പാപത്തെ ആ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണമായ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് വീണ്ടും ജീവിക്കുവാൻ, വീണ്ടും ജനിക്കുവാൻ അവിടുന്ന് അവകാശം നൽകിയ ഈ വലിയ മണിക്കൂറുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് മക്കളെ അനുദപിക്കാം ദൈവസന്നിധിയിൽ. ഈശോയെ, പാപം ചെയ്യാതെ വിശുദ്ധമായ ഈ ശരീരത്തെ, ദൈവത്തിന്റെ ആലയമായ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുക്കാതെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അവിടുന്ന് കൃപയേകണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ ദൈവ മക്കളെ, യേശു വസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ദൈവസ്നേഹം കുടികൊള്ളും. സ്നേഹം കുടികൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ മകളില് ദൈവം വസിക്കുന്നുണ്ട്. ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയെ, എന്റെ ശരീരത്തില് അവിടുന്ന് വസിക്കുമ്പോൾ സ്നേഹം കൃപയായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. ഈശോയെ, ആ സ്നേഹമാണ് ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ തലമുറകളിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഈശോയെ, ആ വലിയ അനുഭവത്തിന് തടസ്സമായിരിക്കുന്ന ഞങ്ങളുടെ പാപത്തിന്റെ അവസ്ഥകളെ എല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. കുടുംബത്തിലേക്ക് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓരോ മകനിലൂടെയും മകളിലൂടെയും ദൈവശക്തി, ദൈവസ്നേഹം ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്താൽ ഈ സമൂഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം വസിക്കുന്ന ശരീരമായിട്ട് ഈ ശരീരങ്ങള് രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്റെയും നിങ്ങളുടെ ശരീരങ്ങള് ദൈവം വസിക്കുന്ന ശരീരമായിട്ട് രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസ്നേഹം ദൈവം വസിക്കുന്ന ശരീരമായിട്ട് ശരീരത്തെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ശക്തി ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗസ്ഥനായ പിതാവിന്റെ ശക്തി ആഗ്രഹിച്ചുകൊണ്ട്, പുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് വലിയ അഭിഷേകത്തോടെ, വലിയ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ശക്തി വ്യാപരിക്കട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. ഓരോ മകനിലും മകളിലും ദൈവസ്നേഹം നിറയപ്പെടട്ടെ, സഹോദര സ്നേഹം നിറയപ്പെടട്ടെ, ശക്തി നിറയപ്പെടട്ടെ. കർത്താവേ, നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവഹിതം നിറവേറ്റുന്നവനാരോ അവനാണ് എന്റെ അമ്മയും സഹോദരങ്ങളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? പാടി പ്രാർത്ഥിക്കാം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, നമുക്ക് പൊട്ടുമേലായിരിക്കാം. എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. എല്ലാവരും ചേർന്ന് ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടും മെല്ലെ ചാഞ്ചമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, എല്ലാവരും ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ദൈവസ്നേഹം നിറയട്ടെ. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. ഈശോയുടെ സ്നേഹം,
ഓരോ ഹൃദയങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്റെ മിഴിനീരുമാക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യസ്നേഹമാണു ദൈവം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യസ്നേഹമാണു ദൈവം. എല്ലാവരും ചേർന്ന് ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യസ്നേഹമാണു ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യസ്നേഹമാണു ദൈവം. കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യസ്നേഹമാണു ദൈവം. ദിവ്യകാരുണ്യ സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യസ്നേഹമാണു ദൈവം. ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യസ്നേഹമാണു ദൈവം. ആ ദിവ്യസ്നേഹമാണു ദൈവം. ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന നിമിഷം ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയപ്പെടുകയും കണ്ണുകൾ അടച്ച് കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. മറ്റുള്ളവരെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യം, യേശു നമ്മളിൽ വസിക്കുക, ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വസിക്കുക. മറ്റുള്ളവരോട് എനിക്ക് കാരുണ്യം കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും യേശു നമ്മളിൽ വസിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാ, ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടേ എന്നുള്ളതിന് തെളിവ് ആ വ്യക്തി മറ്റുള്ളവരെ സ്നേഹിക്കും. തങ്ങളെക്കാൾ ഉപരിയായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപയാണ് യേശു നൽകിയത്. നന്ദി പറയാം. ആ വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പഠിപ്പിച്ചു. ഈശോയെ, ആ വലിയ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന വലിയ സ്നേഹം, അവനോടുകൂടെ നമുക്കും പോയി മരിക്കാം. ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന വലിയ അഭിഷേകം മറ്റുള്ളവരിലേക്ക് വചനം പറഞ്ഞുകൊടുത്ത് നല്ല വഴികളിലൂടെ മറ്റുള്ളവരെ കൊണ്ടുവരുവാനായിട്ട് ജീവൻ കൊടുക്കുന്ന ആ നിമിഷം, പാപത്തെയും പാപമാർഗങ്ങളെയും ഉപേക്ഷിക്കുവാൻ ദൈവവചനത്തിലൂടെ ദൈവമക്കൾക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ആ വലിയ നിമിഷം അവനോടുകൂടെ നമുക്കും പോയി മരിക്കുക. ഈശോയെ, അവിടുന്ന് നന്മയായി ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ നന്മയെ തിന്മ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചെങ്കിലും ദൈവത്തിന്റെ വലിയ കാരുണ്യം ദൈവജനത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ വലിയ ശക്തി, അത് വലിയ കാരുണ്യത്തിന്റെ അഭിഷേകമായി, വീണ്ടും ഉദ്ധാനത്തിന്റെ അഭിഷേകമായി, വലിയ കാരുണ്യത്തിന്റെ നിമിഷമായി വീണ്ടും
ജനത്തിന് അത് നൽകപ്പെട്ടു. ഈശോയെ, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുക, ജീവൻ നൽകുവാനായി. ജീവനില്ലാത്ത ആത്മീയ ജീവിതം നഷ്ടപ്പെട്ട മക്കൾക്ക് ആത്മീയ ജീവിതം നൽകുവാനായി. ഭൗതികമായ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, എന്തെങ്കിലുമൊക്കെ ബലഹീനതകള് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, എന്തെങ്കിലുമൊക്കെ രോഗങ്ങള് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലോ അവയിൽ നിന്നെല്ലാം മോചനം നൽകുവാൻ അവൻ വീണ്ടും പരിശുദ്ധ കുർബാനയായി അപ്പത്തിന്റെ രൂപത്തില് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോയെ, എത്ര വലിയ സ്നേഹമാ, എത്ര വലിയ വിശ്വസ്തയോടെയാ അവിടുന്ന് ഞങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. ആ വിശ്വസ്തത ഞങ്ങൾ പലപ്പോഴും നശിപ്പിച്ചു കളയാറുണ്ട്. ആ വിശ്വസ്തത പലപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഈശോ ഞങ്ങളുടെ ശരീരത്തില് പീഡിപ്പിക്കപ്പെടാറുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ ശരീരത്തിനുള്ളിലിരുന്നു കൊണ്ട് വേദനിക്കപ്പെടാറുണ്ട്. മറ്റുള്ളവരെ നിന്ദിച്ചപ്പോഴും അപമാനിച്ചപ്പോഴും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാതിരുന്നപ്പോഴും അർഹതയുള്ളത് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോഴൊക്കെ ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് വേദനിക്കുക. സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കാതെ സ്വാർത്ഥതയിലൂടെ കടന്നുപോയപ്പോഴൊക്കെ ഈശോയെ, ഞങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് അവിടുന്ന് വേദനിക്കുക ചെയ്തേ. മാപ്പ് ചോദിക്കുക, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. ഈശോയെ, നന്മ ചെയ്യുവാൻ ഈ കരങ്ങൾക്ക്, നന്മ ചെയ്തു കൊടുക്കുവാൻ ഈ അധരങ്ങൾക്ക് ശക്തി തരണേ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്താല് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവകാരുണ്യത്താല് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്ന വലിയ സ്നേഹം നമ്മളിൽ ഓരോരുത്തരിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ആ വലിയ കാരുണ്യം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ ശുശ്രൂഷയുടെ വലിയ അഭിഷേകം, പരിശുദ്ധി അമ്മയിലോ ആ ശുശ്രൂഷയുടെ അഭിഷേകം വ്യാപരിക്കപ്പെട്ടപ്പോൾ നിറഞ്ഞ ദൈവകൃപ പകർന്നു കൊടുക്കുവാൻ തിടുക്കത്തില് അമ്മ പുറപ്പെടുകയ. മലമ്പ്രദേശത്തുകൂടെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായ പരിശുദ്ധി അമ്മയിൽ നിന്ന് ദൈവകൃപ ചൊരിയപ്പെട്ടപ്പോൾ എലിസബത്ത് തിരിച്ചറിയുക, ഇത് കർത്താവിന്റെ അമ്മയാണെന്ന്. ദൈവം വസിക്കുന്ന ഒരു ശരീരം, കർത്താവിന്റെ അമ്മ. ഈശോയേ, ആ വലിയ അഭിഷേകത്താല്, ആ വലിയ കാരുണ്യത്താല് ഞങ്ങളെ നിറയ്ക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാനയിലൂടെ, കുദാശകളിലൂടെ ഈശോ ഞങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം. തമ്പുരാനെ, അനേകർക്ക് അത് പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ എന്ന് ഓരോ മകനും മകളും ഈശോയോട് പ്രാർത്ഥിക്കുക. മറിയം ആഗ്രഹിച്ചത് മറിയത്തിന്റെ ശരീരത്തിൽ സംഭവിച്ചു എങ്കിൽ അത് രക്ഷയായി ലോകത്തിൽ വെളിപ്പെട്ടെങ്കിൽ ആ വെളിപ്പെട്ട ദൈവിക രഹസ്യം ഇന്ന് അപ്പത്തിന്റെ രൂപത്തിലായിത്തീർന്നുകൊണ്ട് കുദാശകളിലൂടെ നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അമ്മയിൽ നിന്ന് പകരപ്പെട്ട അഭിഷേകം നമ്മളിലൂടെ പകരപ്പെടണം. മക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ, അനുതാപത്തോടെ പ്രാർത്ഥിച്ചേ, വലിയ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചേ, ശക്തിക്കായിട്ട് പ്രാർത്ഥിച്ചേ, വലിയ കാരുണ്യം നമ്മൾ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം വെളിപ്പെടട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, പൈശാചികതയെല്ലാം നീങ്ങിപ്പോട്ടെ, ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ, അഭിഷേകം നിറയട്ടെ. വിളിക്കാമോ? ഈശോയെ, ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി നാഥനെ വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? വലിയ സമർപ്പണ ബോധത്തോടെ വിളിക്കാമോ? ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. നമുക്ക് മുട്ടുമേലായിരിക്കുക, എല്ലാവരും മുട്ടുമേലായിരിക്കുക. നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാം, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ച സമർപ്പിച്ചിരിക്കുന്ന ഓരോ മകനെയും മകളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും, പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആത്മീയം ഭൗതികമായിട്ട് സഹായിക്കുന്ന ഓരോ മകനെയും മകളെയും തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ കരുണ കാണിക്കണമേ, ആ സ്നേഹത്താൽ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഓരോ ശുശ്രൂഷകരെയും ഇതിനെ സഹായിക്കുന്ന, ഈ ശുശ്രൂഷ സഹായിക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഇന്റർനെറ്റിലൂടെ
കൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്ന ഓരോ മകനെയും മകളെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനുമോക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാട്ടി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം. അവിടെ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, കണ്ണുനീരോടെ വിളിക്കുന്നു. ഈശോ നമ്മെ ആശീർവദിച്ച് നമ്മളെയും നമുക്കുള്ളവയും ഇതാ അനുഗ്രഹിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, 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 ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന.